ആക്കി ഇന്ന് ഞാൻ സ്കൂളിൽ വിളിക്കാൻ ചെന്നപ്പോഴേ ക്വാർട്ടേഴ്സിനകത്ത് തന്നെയാണ് സ്കൂളും കടയെല്ലാം ഉള്ളത്. തിരിച്ച് വീട്ടിലോട്ട് വരാൻ നേരം തൈര് വാങ്ങാൻ വേണ്ടി കടയിലോട്ട് കയറിപ്പോണ്ട് അവിടെ ഇഞ്ചി ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഇഞ്ചി അങ്ങ് വാങ്ങി അച്ചാർ വെക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചി അച്ചാർ നാളെ ഓണത്തിന് വെക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ഇഞ്ചി അച്ചാർ ഇല്ലാതെ എന്ത് സദ്യ അല്ലേ. എന്നാലും ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഈ ഇഞ്ചി അച്ചാറെല്ലാം ഒരുമിച്ച് കഴിച്ച് തീർക്കണമല്ലോ, വല്ല കൊളസ്ട്രോളും വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇഞ്ചി അച്ചാർ വെക്കണ്ടെന്ന് ഓർത്ത്. പക്ഷെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ വാങ്ങാതിരിക്കാനും പറ്റില്ല കേട്ടോ. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ ആ ഇഞ്ചിയിലൊന്ന് ചിരണ്ടി എടുത്തിട്ട് അത് ചോപ്പറിനകത്തിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുമായിരുന്നേ. എന്നെക്കാളും ഭയങ്കര സന്തോഷമാണ് പാക്കിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാണ്. ആ കസേരയുടെ മടക്കേറിട്ട് ഇപ്പോൾ വീട് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നാലും ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കണ്ട് ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കും. ഞാനും വിചാരിച്ച് ഞാൻ പണ്ട് കുഞ്ഞിലെ ഇങ്ങനെ ആയിരുന്നേ, അമ്മൂമ്മയൊക്കെ ഉപ്പേരി വറക്കുമ്പോൾ ഇതുപോലെ അടുത്ത് പോയി നിൽക്കുമായിരുന്നേ. അതേ സ്വഭാവം തന്നെയാണ് കുഞ്ഞിന്. ഞാൻ എന്ത് ചെയ്താലും ഇതുപോലെ ഈ ഓണം സെലിബ്രേഷൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ മാറി നിൽക്കും എന്നാണ് പറയുന്നത്. എവിടെ അങ്ങനെ ഇഞ്ചിയെല്ലാം പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ട് നല്ല വെളിച്ചെണ്ണയാണ്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്, അതിനകത്തോട്ടൊന്ന് വറുത്ത് കോരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇഞ്ചിയെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞുള്ളിയില്ലേ അതും കൂടെ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് കുഞ്ഞുള്ളി മാത്രമേ ഇരിപ്പുള്ളായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് വറുത്ത് കോരിയിട്ട് ബാക്കിയുള്ള എണ്ണ മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ മാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഇതേ കൂട്ടി കറിവേപ്പിലയും വെളുത്തുള്ളി ഇച്ചിരി പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ പൊടിയായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി ഇത്രയും കൂടെ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് ആക്കി എടുത്തിട്ട് അതിനകത്തോട്ട് ആ അരച്ച് വെച്ച ഇഞ്ചിയും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിക്കുവേ. എന്നിട്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇച്ചിരി ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയും നല്ല ടേസ്റ്റുള്ള ഇഞ്ചിക്കറി ആയിരുന്നു കേട്ടോ. ഞാൻ വെച്ചോണ്ട് പറയുമല്ലേ. ഇങ്ങനെ സദ്യക്കുള്ള ഇഞ്ചി അച്ചാറും പച്ചക്കറിയും ബാക്കി സാധനങ്ങളും എല്ലാം ആയേ. പക്ഷെ മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം ഉണ്ടല്ലോ, വാഴയില, അത് മാത്രം എനിക്കില്ല കേട്ടോ. ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് എൻ്റെ അക്കന്മാരെ ദീദിമാരെ ഒക്കെ അങ്ങ് വിളിച്ച്. അന്നേരം അവർ പറഞ്ഞ് എന്തിനു വിഷമിക്കണം, വരൂ ക്വാർട്ടേഴ്സിലോട്ട് വരൂന്നേ. ഞാൻ ചെന്ന് നോക്കിപ്പോണ്ട് ദാ ഈ വാഴ കാണിച്ചിട്ട് അവർ പറയാം അതാ ഇഷ്ടം പോലെ ഇല നിൽക്കുന്നെന്ന്. ഇതിലിപ്പോഴെങ്ങനെയാ ചോറുണ്ടെന്ന് അവരോട് ചോദിച്ചപ്പോൾ അതിനും പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. തൊട്ടപ്പുറത്തെ ഒരു ബിൽഡിങ്ങിന്റെ പുറകെ ഇതാ വലിയ വാഴ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണ്ണിപ്പറക്കി 3-4 വാഴയില കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം ആ കൊച്ചും കൂടെ വന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നേ വാഴയില പിച്ചാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാഴയിലും പിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് കുറച്ച് വെജിറ്റബിൾ ഒക്കെ അരിഞ്ഞ് വെക്കാവുന്നേ, കാരണം നാളെ എല്ലാത്തിനും കൂടെ രാവിലെ സമയം കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുമായിരുന്നേ. അങ്ങനെ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മുന്നേ ഇഞ്ചച്ചാറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇഞ്ചച്ചാറ് കുറച്ച് കുപ്പിക്കകത്തോട്ട് കോരി വെച്ചിട്ട് ബാക്കി ആ ചട്ടി ഉണ്ടല്ലോ അതിനകത്തോട്ട് കുറച്ച് ചോറിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. എനിക്കത് ഭയങ്കര നൊസ്റ്റു ഐറ്റമാണ്. എൻ്റെ കുഞ്ഞിലെ പോലെ അമ്മ ഇങ്ങനെ വെക്കുമ്പോഴേ ഓണത്തിന് തലേദിവസമൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ചട്ടിക്കകത്ത് ചോറിട്ടിട്ട് തൂത്തുവാരി കഴിക്കാറുണ്ടായിരുന്നേ. അങ്ങനെ ഞാനത് കഴിക്കുന്നുണ്ടപ്പോൾ പാക്കി അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നേ. കാരണം ഞാനങ്ങനെ ചട്ടിക്കകത്തൊന്നും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അവനെ കാണാൻ ചെയ്തേട്ടാ, പണ്ട് കുഞ്ഞിലൊക്കെ കഴിക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ കഴിക്കാറില്ലേ. അന്നേരത്തേക്ക് അവനാണ് അത് നോക്കി നിൽക്കുവാണെങ്കിൽ എന്തുവായി കാണിക്കുന്നത്, പ്ലേറ്റിൽ എടുത്ത് വെച്ച് കഴിക്കുമെന്നും പറഞ്ഞിട്ട്. എനിക്കാണ് ഇതാണല്ലോ ഇഷ്ടം.